കമ്പനിയിൽ നിന്ന് കേബിളുകൾ മോഷണം നടത്തുകയും അവ ശേഖരിച്ച് പിന്നീട് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ക്രിമിനൽ സംഘത്തെ കുവൈറ്റ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. ഏകദേശം 4,20,000-ഓളം കുവൈറ്റ് ദിനാർ വിലമതിക്കുന്ന കേബിളുകളാണ് സംഘം മോഷ്ടിച്ചത്. രാജ്യത്തിന്റെ വിഭവങ്ങളും ആസ്തികളും സംരക്ഷിക്കുന്നതിനായി ക്രിമിനൽ സുരക്ഷാ വിഭാഗം നടത്തുന്ന സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായി അഹമ്മദി പ്രദേശത്ത് കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ 400 ടൺ മറൈൻ കേബിളുകൾ മോഷ്ടിച്ച അറബ് ഏഷ്യൻ രാജ്യങ്ങളിലെ സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടുന്ന ഒരു ക്രിമിനൽ സംഘത്തെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ ഒരാൾ കമ്പനിയിൽ തന്റെ ജോലി ഉപയോഗപ്പെടുത്തി കേബിളുകളുടെ സീരിയൽ നമ്പറുകൾ കൃത്യമാക്കുകയും അവ നീക്കം ചെയ്യുന്നതിനായി വ്യാജ രേഖകൾ തയ്യാറാക്കുകയും ചെയ്തു. മറ്റൊരു പ്രതി മോഷ്ടിച്ച വസ്തുക്കൾ വിപണനം ചെയ്യാനായി ഒരു എഞ്ചിനീയറുടെ വേഷം മാറി. മൂന്നാമത്തെ പ്രതി സുരക്ഷാ അധികാരികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി കേബിളുകൾ വാങ്ങി വ്യാജ രേഖകൾ ഉപയോഗിച്ച് സ്ക്രാപ്ഡ് മെറ്റലായി വീണ്ടും വിൽക്കുന്നതിനും കൈകാര്യം ചെയ്തു. തുടർച്ചയായ അന്വേഷണങ്ങളുടെ ഭാഗമായി ആവശ്യമായ തെളിവുകളുടെയും നിയമപരമായ രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തിരച്ചിലിൽ നിന്ന് കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച പണവും സ്വത്തുക്കളും പിടിച്ചെടുത്തു. ഇതിൽ നിന്ന് ഒരു പ്രതിയുടെ കൈവശത്ത് നിന്നും 37,000 കുവൈറ്റ് ദിനാറും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ച കേബിൾ വിറ്റതിലൂടെ വാങ്ങിച്ച വാഹനവും ഉൾപ്പെടുന്നു. മറ്റൊരാളിൽ നിന്ന് 26,210 കുവൈറ്റ് ദിനാറും പിടിച്ചെടുത്തു. ഏകദേശം 4,20,000 കുവൈറ്റ് ദിനാർ എന്ന് കണക്കാക്കുന്ന മോഷ്ടിച്ച കേബിളുകളുടെ ഒരു ശേഖരവും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. കുവൈറ്റ് ഓയിൽ കമ്പനിയുമായി ഏകോപിപ്പിച്ച് ഇന്റലിജൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർ വ്യാജരേഖ ചമയ്ക്കുന്നതിനുള്ള കമ്പ്യൂട്ടറുകളും സ്റ്റാമ്പുകളും കണ്ടെത്തുകയും ചെയ്തു. മാതൃരാജ്യത്തിന്റെയും അതിന്റെ വിഭവങ്ങളെയും സുരക്ഷ ദുർബലപ്പെടുത്താൻ ധൈര്യപ്പെടുന്ന ഏതൊരാളെയും സുരക്ഷാ ഏജൻസികൾ തുടർച്ചയായി നിരീക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്യുമെന്നും എല്ലാവർക്കും നിയമം ബാധകമാണെന്നും ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുന്നു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.